എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഡിവൈഎഫ്ഐയിൽ ഇത് സമ്മേളനത്തിന്റെ കാലയളവാണ്. പല സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? പൊതിച്ചോറ് മാത്രം കൊടുക്കുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറിയെന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടാവുന്നു. തന്റെ വയറ് അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. പൊതിച്ചോർ ശേഖരിക്കുന്നത് പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ളവർ അതിന്റെ മഹത്വം പറഞ്ഞ് നടക്കുകയാണ് നേതാക്കളെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞത് പണി ഇതാണോടാ? പ്രജീഷ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റിനെതിരെയും രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത്. സംഘടനാപരമായി ഡിവൈഎഫ്ഐ വലിയ പരാജയമാണ് നേരിടുന്നത്. സംഘടനാ രംഗത്ത് കാര്യങ്ങളൊന്നും തന്നെ പോരാ എന്ന വിമർശനമാണ്, രൂക്ഷ വിമർശനം തന്നെയാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് പൊതിച്ചോറ് നൽകുക എന്നുള്ളത് ഡിവൈഎഫ്ഐ ചെയ്തു വരുന്ന മാതൃകാപരമായ മഹത്തായ പ്രവൃത്തിയാണ്. പക്ഷേ ഇത് മാത്രമായി ഡിവൈഎഫ്ഐ നടത്തുന്ന സംഘടനാ പ്രവർത്തനം മാറി എന്ന വിമർശനമാണ് ഉയർന്നത്. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ട്. പൊതിച്ചോറ് വിതരണത്തിന്റെ മഹത്വം പറഞ്ഞ് നടക്കുക മാത്രമാണ് നേതാക്കൾ ചെയ്യുന്നത് എന്ന വിമർശനം ആണ് രൂക്ഷമായി തന്നെ പ്രതിനിധികൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഏക്കൂല. 10 വർഷമായി ഭരണത്തിന്റെ തണലിൽ നിന്ന പ്രസ്ഥാനമാണ്. പിന്നീട് ഏതായാലും സംഘടനാപരമായി വലിയ വീഴ്ച ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടിയാണ് പൊതുവെ സമ്മേളനത്തിലാകെ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത്. യുവജന പ്രസ്ഥാനത്തെ നിർജീവമാക്കി മാറ്റി നേതൃത്വം എന്ന രൂക്ഷ വിമർശനമാണ് ഏതായാലും മുക്കത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്.